ഡിവൈഎസ്പി വി ബെന്നി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ന്യൂസ് 18-നൊപ്പം. ശ്രീ ബെന്നി, ഇത് നിഷേധിച്ചു എന്നുള്ളത് എനിക്ക് വ്യക്തമായി. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇതിൽ ചില ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് സംശയിക്കാനുള്ള കാരണം എന്താണ്? തീർച്ചയായിട്ടും ഇത് ഇന്ന് തുടങ്ങിയ സംഗതിയാണ്. എന്റെ പുറകെ മുമ്പും ഇതുപോലുള്ള വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായി പുറകെ നടക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന താനൂരെ ഒരു കേസുമായി ബന്ധപ്പെട്ട അതിലും എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങളും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചന, അന്ന് മുതലേ ഗൂഢാലോചന സംശയിക്കുന്ന കാര്യങ്ങളാണ്. ഈ സംഗതിയും ഇതിനും ഒരു അടിസ്ഥാനമില്ലാത്ത പരാതിയിൽ ഇത്രത്തോളം മോശമാക്കുന്ന രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തീർത്തും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് കരുതുന്നത്. ശ്രീ വി ബെന്നി, ഈ താങ്കളെ വ്യക്തിപരമായി ഇങ്ങനെ ഗൂഢാലോചന നടത്തി വലിച്ചിഴക്കേണ്ട സാഹചര്യം എന്താണ്? മുട്ടിൽ മർമർക്കൂസിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഞാനാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. 2021 ബത്തേരി ഡിവൈഎസ്പി ആയിരിക്കുന്ന സമയത്താണ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത്. ആ കേസ് കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 43 കുറ്റപത്രം സമർപ്പിക്കേണ്ടതിലെ 6 കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കുറ്റപത്രങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും തന്നെയാണ് എന്നുള്ളതാണ് സംശയിക്കുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നത് ഈ ചാനൽ ഉടമകളായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാർ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണോ? തീർച്ചയായിട്ടും. അപ്പോൾ ഓക്കെ, ഈ മുട്ടിൽ മരമുറി കേസിന്റെ അന്വേഷണത്തിൽ അതിനുശേഷം ഇത്തരത്തിൽ അവരെ പിടികൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷം തുടർച്ചയായി മറ്റെന്തൊക്കെ അനുഭവങ്ങളാണ് നേരിടേണ്ടി വന്നത്? പല കേസുകളിലും ഇതുപോലെ രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ന്യൂസുകൾ വരുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് ഈ അന്വേഷണത്തിൽ തന്നെ മാറ്റണം എന്നുള്ളത് ഞാൻ DGPക്ക് പരാതി കൊടുത്തിരുന്നു. എന്നിട്ടും കണ്ടിന്യൂ ചെയ്യണമെന്ന് DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു വരുന്നത്. അത്രമാത്രം DGPയെ സമീപിച്ച് എന്നെ കേസിന്റെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടാൻ ഭാഗത്തിനുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യുന്ന രീതിയിലാണ് അന്നും ന്യൂസുകൾ വന്നിരുന്നത്. അപ്പോൾ അന്ന് ഈ പോലീസ് മേധാവിയോട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു മറുപടി ശ്രീ വി ബെന്നി? ആ ആരോപണങ്ങളൊന്നും നോക്കേണ്ടതില്ല, അന്വേഷണം മുമ്പോട്ട് പോകാനാണ് നിർദ്ദേശിച്ചിരുന്നത്. ഓക്കെ, ഈ പൊന്നാനി സ്വദേശിനിയായിട്ടുള്ള ഈ യുവതി ഇപ്പോൾ ആരോപിക്കുന്ന കാര്യമുണ്ടല്ലോ, ഇവരെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടു എന്നല്ലാതെ ഒരു തരത്തിലും സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ ഞാൻ അവരെ കണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഇത് പരാതികൾ അന്വേഷിക്കാൻ വേണ്ടി ഡിവൈഎസ്പി ഓഫീസർ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട്. അദ്ദേഹം പരാതിക്കാരെ വിളിക്കുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അന്ന് പോലും ഞാൻ കണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. എനിക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. 2 വർഷം മുമ്പുള്ള സംഭവമാണ്. ഇങ്ങനെ പരാതി കിട്ടിയിരുന്നു, പരാതിയിൽ അന്വേഷണം നടത്തിയിട്ട് ഞാൻ അതിന്റെ മുകളിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇതിൽ അടിസ്ഥാനമില്ലെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2022 ഈ പരാതി നൽകിയിരുന്നോ CA വിനോദിനെതിരെ ഈ സ്ത്രീ? ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയാണ് SP-ക്ക് കൊടുത്ത പരാതിയാണ്. അന്വേഷിക്കാൻ വേണ്ടി എനിക്ക് തരികയും ഞാനത് അന്വേഷിച്ച് അതിൽ കഴമ്പില്ല, ആ പരാതിയിൽ കഴമ്പില്ല എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരുന്നത്. അതായത് വീട്ടിലെത്തി ഉപദ്രവിച്ചു എന്നുള്ള പരാതിയിൽ കഴമ്പുണ്ടായിരുന്നില്ല. ഞാൻ അന്വേഷിച്ചെന്ന് മാത്രമല്ല, അതിനുശേഷം ഇത് മറ്റൊരു DYSP സ്പെഷ്യൽ ബ്രാഞ്ച് DYSP കൊണ്ട് അന്വേഷിപ്പിച്ച് ആ അന്വേഷണത്തിലും കഴമ്പില്ലാന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് SP ആ കേസ് അന്ന് ക്ലോസ് ചെയ്ത്, ആ പരാതി അവിടെ ക്ലോസ് ചെയ്തിരുന്നത്. ഓക്കെ, നേരത്തെ ഞങ്ങൾ സുജിത് ദാസുമായി സംസാരിച്ചിരുന്നു, മലപ്പുറം SP. അപ്പോൾ അദ്ദേഹം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ഈ ആരോപണത്തിൽ താങ്കൾ അത്തരത്തിൽ നീങ്ങുന്നുണ്ടോ? നിയമ നടപടി, ക്രിമിനലായും സിവിലായുള്ള നടപടിയും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ DGPക്ക് പരാതി കൊടുക്കും. ഇത്തരത്തിൽ ഒരു കേസിന്റെ അന്വേഷണം നടത്തി എന്നുള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള ആരോപണം കെട്ടിച്ചമച്ച് ഇങ്ങനെയുള്ള മീഡിയ വഴി, ചാനൽ വഴി പബ്ലിഷ് ചെയ്യുന്നതിനെതിരെ ഒരു നടപടി എടുക്കണം എന്നുള്ളതും തീർച്ചയായിട്ടും പരാതി കൊടുക്കും. ചാനൽ ഉടമകൾക്കെതിരെ കൊടുക്കും, ഉറപ്പാണ് കൊടുക്കും. ഓക്കെ, റൈറ്റ്. താങ്ക് യു. നന്ദി ശ്രീ വി ബെന്നി പ്രതികരിച്ചതിന്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഡിവൈഎസ്പി വി ബെന്നിയാണ് ഇപ്പോൾ ഈ ആരോപണം ഉയർന്നത്. അത് നിയമപരമായി നേരിടുമെന്നാണ് മുൻ SP ആയിട്ടുള്ള സുജിത് ദാസും വി ബെന്നി വ്യക്തമാക്കുന്നത്.